ഇപ്പോൾ വരുന്ന ഒരുപാട് പുതിയ ആളുകളും ഒരുപാട് പേര് ഇതിൽ അംഗത്വം ഇല്ലാത്തവരാണ്. അവരിനി അംഗത്വം ഉണ്ടാവണമെങ്കിൽ ഇത്രയും പടങ്ങൾ കഴിയണം, പിന്നെ മൂന്ന് 3 ഫിലിംസ് ആണോ? ഫിലിംസ് കഴിയണം, നല്ല അറിയുന്ന 3 പടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അവരുടെ ജനറൽ ബോഡി അല്ലെങ്കിൽ ആ മീറ്റിംഗ് കൂടിയിട്ടാണ് അവരെ അതിലേക്ക് സെലക്ട് ചെയ്യണതൊക്കെ. അല്ലാതെ പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അമ്മയിൽ അംഗത്വം അങ്ങനെ കിട്ടത്തുമില്ല. കിട്ടുന്നുമില്ല. അപ്പോൾ ഗൂഗിൾ പറഞ്ഞത് മലയാള സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാ അഭിനേതാക്കൾക്കും അതിൻ്റെ സപ്പോർട്ട് ഇല്ല എന്നാണ്. അതിൽ അംഗത്വമുള്ളവർക്കാണ് അതിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുന്നത്. സപ്പോർട്ട് ഉണ്ടാവുന്നത് എപ്പോഴാണ് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴല്ലേ. ആ ഇഷ്യൂ ഉണ്ടാവുന്നതിന് മുന്നേ അത് ഉണ്ടാക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ. അതായത് കൂടെ വർക്ക് ചെയ്യുന്നവർ, ചുറ്റുമുള്ളവർ, നമ്മുടെ കൊളീഗ്സാണ്. അതാരാണെങ്കിലും, ഒരു പടമായിട്ടുള്ളവരാണെങ്കിലും പുതിയ ആളുകളാണെങ്കിലും 2 പടമായിട്ടുള്ളവരാണെങ്കിലും സീനിയർ ആണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ചുറ്റുപാട് കാണും. ആ ചുറ്റുപാടുണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഈ ചുറ്റുപാടുകളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലേ? ഇപ്പോൾ മലയാള സിനിമ ഉള്ളത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട് ഇവിടെ. ഞാൻ പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ചാനൽസും നിലനിൽക്കുന്നത് സിനിമയുള്ളത് കൊണ്ടല്ലേ, സിനിമയുടെ മെറ്റീരിയൽസ് ഉള്ളത് കൊണ്ടല്ലേ. ഞാനിവിടെ 93 ഏഷ്യാനെറ്റ് വരുമ്പോൾ ഏഷ്യാനെറ്റ് നിലനിന്നിരുന്നത് മലയാള സിനിമ ചലച്ചിത്ര ഗാനങ്ങൾ കാണിച്ചിട്ടും മലയാള സിനിമ കാണിച്ചിട്ടുമാണ്. അതായത് ഒരു ദിവസം തള്ളി നീക്കിയിരുന്നത്, അല്ലേ? ഇപ്പോഴും ഉണ്ട്, ഇടയ്ക്ക് ക്ലിപ്പിംഗ്സ്. അതിനുശേഷം ഇത്രയും ചാനൽസ് ഉണ്ടായി. അതിൻ്റെ മെയിൻ മെറ്റീരിയൽസ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? സിനിമയിൽ നിന്നാണ്. വാർത്താ ചാനലുകൾ ഇത്രയും ഉണ്ടായി. അതൊന്നും മെയിൻ മെറ്റീരിയൽസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പൊളിറ്റിക്സും സിനിമയാണ്. സിനിമയിലെ ആളുകളുടെ വാർത്ത കൊടുത്തിട്ടാണെങ്കിലും അവരെ വാർത്ത കൊടുത്തിട്ടാണെങ്കിലും അതിലെ രംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇവരുടെ ബേസിക് ആയിട്ടുള്ള ചാനൽ അല്ലെങ്കിൽ പാരൻറ്റ് ചാനലും എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെ ഒക്കെ നിലനിൽക്കുന്നത് അതുവഴിയാണ്. ഇവിടെ ഓൺലൈനൊക്കെ നിലനിൽക്കുന്നത് ഒരു സിനിമയുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഇപ്പോൾ ടിക്ടോക്ക് ആണെങ്കിലും എല്ലാ ആപ്പുകളും നിലനിൽക്കുന്നത് സിനിമയുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ ഈ സിനിമ നിലനിൽക്കേണ്ടത് ഇവരുടെ എല്ലാവരുടെയും ആവശ്യകതയാണ്. അപ്പോൾ അതിന് ഒരിക്കലും വളരെയധികം ക്രൂശിക്കരുത്, അല്ലെങ്കിൽ ഇല്ലാതെയാക്കാൻ ശ്രമിക്കരുത്. എല്ലാം ഭാഗമായിട്ടുള്ളതും നമ്മളെല്ലാം നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ്. ഈ വ്യക്തികളില്ലാതെയായാലും ഈ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവും. വ്യക്തികളെയാണ് ഇല്ലാതെയാക്കാൻ നോക്കുന്നതെങ്കിൽ ആ സംഭവം അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മെയിനായിട്ട് അതിൻ്റെ കോട്ടം വരുന്നത്, അല്ലേ? അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിലനിൽക്കണം, ആ മാധ്യമം ഇവിടെ നിലനിൽക്കണം. അത് വലിയൊരു മാധ്യമമാണ് മലയാളികളെ സംബന്ധിച്ച്. സംഗീതം എന്ന് പറയുന്നത് മലയാള സിനിമ ചലച്ചിത്ര സംഗീതമാണ്, അല്ലേ? അതിനപ്പുറത്തേക്ക് ഒരു സംഗീതം ലോകത്തുണ്ടെങ്കിൽ കൂടി നമ്മൾ അറിയുന്നത് മലയാള ചലച്ചിത്ര സംഗീതം വഴിയാണ്. അപ്പം എല്ലാ കലകളെയും നമ്മൾ അറിയുന്നതും അല്ലെങ്കിൽ കൂടുതൽ എൻഹാൻസ് ചെയ്യപ്പെടുന്നതും സിനിമ വഴിയാണ്. അല്ലെങ്കിൽ എല്ലാവരും സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും. അൾട്ടിമേറ്റ് സിനിമയാണ് പലതിൻ്റെയും. നിങ്ങൾ ആണെങ്കിലും ഒരു പടം ചെയ്യാനല്ലേ നോക്കുന്നത്, അല്ലേ? ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും മീഡിയ ആയി നിൽക്കുന്നുണ്ടെങ്കിലും സിനിമയിലേക്ക് എത്താനല്ലേ നോക്കുന്നത്. 100%. അതുപോലെ എല്ലാവരും ഇതിന് ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഏത് മീഡിയയിൽ നിൽക്കുന്നവരാണെങ്കിലും. അപ്പോൾ അതിനെ നിലനിർത്തണം, അതിലുള്ള ആളുകളെ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. മീഡിയ സെൻസറിങ് വേണമെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? മീഡിയ സെൻസറിങ് വേണമെന്ന് തോന്നിയിട്ടില്ല. മീഡിയ അങ്ങനെ തന്നെ നല്ല മീഡിയ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. മീഡിയ സെൻസറിങ്, മീഡിയ ലൈസൻസിങ് വേണം. ആര് കോണ്ടന്റ് ഇടാൻ റൈറ്റ് ഉണ്ടെന്നുള്ളതിന് ലൈസൻസ് കൊടുക്കുന്നതിന് ഇന്ന ആപ്പ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഒരു മീഡിയ ചാനലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഒരു ലോ വേണം. മീഡിയ ലോസ് വേണം കുറച്ചും കൂടെ. പോയിന്റ് ഓഫ് വ്യൂസ് വേണം, അവരുടേതായ ചിന്താഗതികളും കാഴ്ചപ്പാടും വേണം. ഇപ്പോൾ ഒരു മീഡിയയിൽ വരുന്ന വാർത്ത തന്നെയാണ് എല്ലാ മീഡിയാസും പറയുന്നത്, അല്ലേ? അതിലെന്താ ഡിഫറൻസ് വരും? അല്ല, അതിന് എനിക്ക് ചെറിയൊരു തർക്കമല്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ മീഡിയയിൽ വരുന്ന വാർത്ത തന്നെയല്ലേ എല്ലാ മീഡിയാസും കൊടുക്കുന്നത്? അല്ല, അതിപ്പോൾ ഒരു ന്യൂസ് അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. ഇപ്പോഴും വാർത്തയ്ക്ക് പലപ്പോഴും പല പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവണല്ലോ. അതെ, അതായത് ഇപ്പം നമ്മൾ ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ അതിനൊരു മറുപടി ഇപ്പം ഭരിക്കുന്ന പാർട്ടി, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു പാർട്ടിയുടെ നെഗറ്റീവ് ഓരോ എന്നെ സംബന്ധിച്ചുള്ള വാർത്ത, ഞാൻ 3 നിലയുടെ മുകളിൽ 2ാം നില പൂളിലേക്ക് ചാടി ഇന്ന് വാർത്ത കൊടുക്കുമ്പോൾ എല്ലാവരും അതന്നെ കൊടുക്കും. എങ്ങനെയാ 3 നിലയിൽ നിന്ന് 2ാം നിലയ്ക്ക് ചാടി പൂളിലേക്ക് ചാടി ഒരാളുടെ തലമണ്ട പൊട്ടിപ്പോവില്ലേ എന്ന് ഒരാളും ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ആ വാർത്ത അങ്ങനെ വരുന്നില്ല? 3ാം നിലയുടെ മുകളിൽ നിന്ന് 2ാം നിലയിലെ പൂളിലേക്ക് ചാടി ഒരാളുടെ തലമണ്ട പൊട്ടിപ്പോവോ? ചിന്തിച്ചു നോക്കിയേ.
സാധ്യതയുണ്ട്. എങ്ങനെ ഒരു വെള്ളത്തിലേക്ക് എത്ര ഉയരത്തുനിന്ന് ചാടുന്നു അത്രയും താഴ്ച വേണമല്ലോ. വേണം. അപ്പോൾ അത്രയും താഴ്ചയുള്ള ഒരു പൂള് കൊച്ചിയിലുണ്ടോ? ഒരു 10 അടിയെങ്കിലും താഴ്ചയുള്ളു. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വേറൊരു മീഡിയയുടെ ഭാഗത്ത് വരുന്നില്ല? എല്ലാവരും ആ വാർത്തയെ തന്നെയല്ലേ ഫോളോ ചെയ്യുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അതെന്തുകൊണ്ടാണ് ഷൈൻ വേറെ ആർക്കും ഇറങ്ങിപ്പോകുന്ന സ്വന്തമായി വിഷ്വൽസ് വരുന്നോണ്ടാണ് ഇറങ്ങിപ്പോകുന്ന വിഷ്വല് മാത്രമല്ലേ ഉള്ളൂ. പൂളിലേക്ക് ചാടുന്ന വിഷ്വൽ ഇല്ല. ഇല്ല. പൂളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന വിഷ്വലുണ്ടോ? ഇല്ല. ഇല്ല. റിസപ്ഷനിൽ ഞാൻ ക്രോസ് ചെയ്ത് പോകുന്ന വിഷ്വൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളൊക്കെ അങ്ങോട്ട് വിശ്വസിക്കുക ഞാൻ 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിൽ ചാടി എന്നിട്ടായിരുന്നുണ്ട് ഇറങ്ങിപ്പോയെന്ന്. അതിന് 2020 ലാലേട്ടൻ ചാടുന്ന ഒരു വിഷയം അല്ലേ? ശരിയാ. അന്ന് ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ ഇതെനിക്കറിയാം കേട്ടോ. ഞാൻ നേരത്തെ എനിക്ക് ജസ്റ്റ് ഓർത്തിടപ്പോൾ ഞാൻ ആ ന്യൂസ് വായിച്ചത് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട്. ഷൈൻ ചേട്ടൻ ഏതോ ബിൽഡിങ്ങിൽ നിന്ന് ചാടി അവിടെ നിന്ന് ഓടിയെന്തുമാണ് ഞാൻ ന്യൂസ്. അത് തന്നെയാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും മീഡിയാസ് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് വേറൊരു വാർത്ത ഉണ്ടാവുന്നില്ല, വേറൊരു ചോദ്യം ഉണ്ടാവും? എല്ലാ പ്രൈം ടൈമിലും ഇതായിരുന്നു ന്യൂസ്. ഇത് എല്ലാവരും അതേ തന്നെ പല. ഇപ്പം നിങ്ങൾ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് 4 പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവണ്ടേ, 4 കാഴ്ചപ്പാട് ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ ഒരു സമൂഹം നന്നാവുക. പക്ഷെ അതൊരിക്കലും പ്രാക്ടിക്കലി നിങ്ങൾ തിങ്ക് ചെയ്യില്ല. തിങ്ക് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആരും ഈ സംഭവം കണ്ടിട്ടില്ല, ആർക്കും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിഷയവും ഇല്ല. അപ്പോൾ ഒരാൾ കൊടുക്കുന്ന വാർത്ത തന്നെ എല്ലാവരും അങ്ങോട്ട് കൊടുക്കും. ഭൂമി ഉരുണ്ടതാണെന്ന് പറയുമ്പോൾ 10 ആളും പറയാം ഭൂമി ഉരുണ്ടതാണെന്ന്. കണ്ടിട്ടൊന്നും പ്രേക്ഷകന് ആ വാർത്തക്കാണ് എന്താണ് ഏറ്റവും TRP എന്നുള്ളതുകൊണ്ട് എല്ലാവരും എടുത്ത് കൊടുക്കും. അപ്പൊ അത് വാർത്തയല്ല, സത്യമല്ല എന്ന് മനസ്സിലായിക്കൂടെ? ആ ഫാക്ട്സ് അവിടെ എത്തുന്നില്ല. പ്രേക്ഷകന് ഓരോ ചാനലിന്റെ അജണ്ട അനുസരിച്ചുള്ള അവരുടെ സ്റ്റൈൽ ഓഫ് ന്യൂസ് എന്താണെന്നുള്ളതിന്റെ ആ ഫാക്ട്സ് എടുത്ത് പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. ഫാക്ട്സ് എത്തിക്കുക പ്രേക്ഷകനിലോട്ട്, എന്നിട്ട് അവർ തന്നെ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യട്ടെ ഫാക്ട്സ് വെച്ചിട്ട്. അല്ലെങ്കിൽ അവർ ഫാക്ട്സ് അസ്യൂം ചെയ്യാൻ നോക്കും. എന്താണ് ഇതിന്റെ പുറകിലുള്ള സത്യമെന്ന് വാർത്ത കിട്ടിയിട്ട് അവർ അസ്യൂം ചെയ്യും. അതിനേക്കാൾ നല്ല സത്യം വെച്ചിട്ട് അവർ തന്നെ അവരുടെ മനസ്സിൽ വാർത്ത ഉണ്ടാക്കട്ടെ, എന്തായിരിക്കും സംഭവിച്ചെന്നുള്ള സത്യം വെച്ചിട്ട്. പണ്ട് ദൂരദർശനിലൊക്കെ എനിക്കൊന്ന് മാധവ് ഓർക്കാൻ സാധ്യതയില്ല, നമ്മുടെ ഏജിനൊക്കെ ഓർക്കണ്ടാവും. ദൂരദർശനിലൊക്കെ വാർത്ത വായിക്കുമ്പം അതിന് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല. നോർമൽ വാർത്ത എഴുതി വരുന്നു, പ്രധാന വാർത്തകൾ വായിക്കുന്നു, പിന്നെ ആ വാർത്തകൾ കൂടുതലും എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നതാണ് ന്യൂസ് പണ്ടുണ്ടായിരുന്നത്. പണ്ടുണ്ടായിരുന്ന അരമണിക്കൂർ വാർത്ത. ഇപ്പൊ അങ്ങനെ ചാനൽസ് ഉണ്ട് 24 മണിക്കൂറും. പ്രധാന വാർത്തകൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെയാണ് അതിന്റെ ഒരു ഇമ്പാക്റ്റ് കൂട്ടാൻ. അപ്പൊ 24 മണിക്കൂറും ഈ 1/2 ഡസനിലധികം ചാനലുകൾ മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് എല്ലാ വാർത്ത വേണം. വാർത്ത ഇല്ലെങ്കിൽ വാർത്ത ഉണ്ടാക്കണം. അത് അവർ വർക്ക് ചെയ്യുന്നവര് നേരിടുന്ന ന്യൂസ് ചാനൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് എഗ്രി ചെയ്യാൻ പറ്റും. അവരുടെ എന്താണ് അവരുടെ ജോബ് റിക്വയർമെന്റ്. മടുപ്പ് വരും കുറെ കാലം കഴിയുമ്പോൾ. കുറെ വർഷങ്ങളാണെങ്കിൽ ഷൈനെ അറിയാം. അപ്പം ഒരേ കാര്യം ഷൈൻ പല സിറ്റുവേഷനിൽ പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഷൈൻ്റെ ലൈഫിൽ നടന്ന ഒരു കാര്യം. പക്ഷേ ഈ പൂളിൽ ചാടി ഇൻസിഡൻറ്റ് ഷൈൻ പല ആവർത്തി പല ഇൻ്റർവ്യൂസിൽ പല സാഹചര്യങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ആണയിട്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 5 മിനിറ്റ് മുന്നേ കൂടി നമ്മൾ സംസാരിച്ചു. ശരിക്കും ഇത് ഷൈനെ പലപ്പോഴും പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അന്നേരം ഒന്നും ഷൈൻ അതിനോട് റിയാക്ട് ചെയ്തിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. കാരണം അത് എനിക്ക് 3-ാം നിലയുടെ മുകളിൽ നിന്ന് 2-ാം നിലയിൽ പുള്ളി ചാടി എഴുന്നേറ്റ് പോയി എന്ന് പറയാൻ ഞാൻ മാനുഷികമായിട്ട് അങ്ങനെ ഒരാളാണെന്ന് ആളുകളെ അറിയിക്കാൻ എനിക്ക് നല്ലതാണ്. പക്ഷേ ഇത് എനിക്ക് ഒരുപാട് തവണ ഷൈൻ റിപ്പീറ്റ് ചെയ്തത് പേഴ്സണലി ഞാൻ കേട്ടിട്ടുണ്ട്. 3-ാം നിലയുടെ മുകളിൽ നിന്ന് 2-ാം നിലയുടെ പൂളിലേക്ക് ഒരാൾ ചാടിയാൽ അയാളുടെ തലമണ്ടടിച്ച് പോവും അയാള്. അത് ആരും എന്നോട് പക്ഷെ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഷൈൻചാറിന് ഏറ്റവും വിഷമം ലോജിക് ഇല്ലാത്തതായിരുന്നിട്ടും അതിലെ ഫിസിക്സ് കറക്റ്റ് അല്ല. ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം പൂളിലേക്ക് ചാടുമ്പോൾ അവൻ എത്ര ഹൈറ്റിൽ നിന്നാണ് നിൽക്കുന്നത്, അത്ര ഹൈറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്ക് അവൻ ചാടില്ല. ഇത് ചോദ്യം ഈ ലോകത്ത് ഒന്നേ വരെ ഒരു മീഡിയോ അല്ലെങ്കിൽ ഒരു ഫിസിക്സ് പഠിപ്പിക്കുന്ന ആളാണെങ്കിലും എന്തിനോ ലോജിക്കലുള്ള ആളാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഈ 3-ാം നിലയുടെ മുകളിൽ നിന്ന് 2-ാം നില പൂളിലേക്ക് ചാടിയത് നീ തലമുണ്ടടിച്ച് പോയില്ലേ, പിന്നെ എങ്ങനെ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയതെന്ന്. പൂളിൽ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള നമ്മുടെ നാട്ടിലെ പൂളിലൊന്നും നോ ഡൈവ് എന്ന് എഴുതി വെക്കണത് എന്തുകൊണ്ടാണ്? അത്ര ആഴമില്ലാത്തതുകൊണ്ടാണ്. 6 feet 7 feet മാക്സിമം. 6 feet ഒക്കെ മാക്സ്. ഒരു ഹോട്ടലിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ 6 feet. കാസിനോയിലുള്ളൊരു ഹോട്ടലിലെ പൂളിൽ ഇവിടെ ഐലൻഡില് കമേഴ്ഷ്യൽ സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്. പക്ഷെ ഹോട്ടൽസില് 6 feet അധികം ഉണ്ടാവാറില്ല. അപ്പൊ എങ്ങനെ ഞാൻ അവിടെ ചാടി? അപ്പൊ ആളുകൾ ലോജിക്ക് ഇല്ലാതെയാണ് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത്. എല്ലാവർക്കും അറിയാം കണക്കും കാര്യങ്ങളൊക്കെ.